അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ വാഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ ഉയർത്തിടുന്നു നീ തന്നെ ആത്മാവിന് രക്ഷയുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് ഉച്ചത്തിൽ പാടി. അഖില ലോക നായക വാഴ്ത്തിടുന്നു ശരീരങ്ങൾ ഉയർത്തേകുന്നു നമ്മളിന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇവിടെ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോ അന്ത്യദിനത്തിൽ മരിച്ചവർ പോലും ആ ശബ്ദം കേൾക്കും. നമ്മൾ ഓരോരുത്തരും ഈശോയിൽ വിശ്വസിക്കുകയും ഈശോയുടെ ശരീരം സ്വീകരിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്ത നമ്മളെ ഈശോ മുഖാമുഖം കാണും. നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടെ നമ്മൾ ഈശോയെ സ്വീകരിക്കും. മലങ്കര മലങ്കര ശുശ്രൂഷകളിലുള്ള ഒരു ഗാനശകലം ഇങ്ങനെയാണ്. പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാർത്തും ആദാം മക്കൾക്കായി റൂഖുദിശ നെയ്ത. അതായത് അന്ത്യദിനത്തിൽ ആദാം മക്കളായ നമ്മളെല്ലാവർക്കും റൂഹാദ ഖുദിശ നൽകുന്ന കൈപ്പണി നെയ്യാത്ത ആ വസ്ത്രം, അത് ശോശാന പൂക്കൾ പോലെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ കർത്താവിൻ്റെ വലതുഭാഗത്ത് നമ്മളിപ്പോൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ജീർണിക്കുന്നുവെങ്കിലും മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അതിനുശേഷം കുർബാനയിലുള്ള പ്രാർത്ഥന ഇതാണ്. വൈദികൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും. നിത്യം എന്നിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിലെ നിത്യത മാത്രമല്ല, അനന്തതയിലേക്കുള്ള, നമ്മളിവിടെ വെച്ച് ഇന്ന് സ്വീകരിച്ച ഈ ശരീരം ഭക്ഷിച്ചതിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലെ നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും ഇതിൽ നമ്മളെ അകറ്റാൻ പറ്റില്ല.
നമ്മുടെ ഇന്നത്തെ ലേഖന ഭാഗത്ത് അത് വളരെ മനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പുത്രത്വലബ്ധിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയും ഈശോയുടെ സാദൃശ്യത്തിലേക്ക് നമ്മൾ തുറന്നപ്പോൾ തന്നെ അതാ കിട്ടിയത്. റോമർ 8. തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആ രാജാവിൻ്റെ സന്നിധിയിലാണ്. നമ്മൾ ഓരോരുത്തരെയും പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപ്പം ഭക്ഷിച്ച നമ്മൾ, ഈ രക്തം പാനം ചെയ്ത നമ്മൾ, ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നമ്മൾ മറ്റൊരു ഈശോ ആയിരിക്കുന്നു. ആ ഈശോ നമ്മളെ നമ്മുടെ സകല പാപങ്ങളിൽ നിന്നും സകല ബലഹീനതകളിൽ നിന്നും അവിടുത്തെ കൃപാസമുദ്രത്തിൽ, അവിടുത്തെ കൃപയുടെ പൂർണ്ണതയിലൂടെ നമ്മളെ രൂപാന്തരീകരിക്കും. വിശ്വസിക്കുക. അവിടുന്ന് വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഇത് വലിയ രഹസ്യമാണ്. ഓ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. ഈ അക്ഷയമായ ആ ജ്ഞാനവും അങ്ങയുടെ കരുണയും ഞങ്ങളിലേക്ക് ഇപ്പോൾ പ്രവഹിപ്പിക്കണമേ. ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ്. ഓ ദൈവമേ, അങ്ങയുടെ ശരീരരക്തങ്ങളാൽ ഞങ്ങളുടെ ശരീരരക്തങ്ങളെ പുതിയതാക്കിയിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ഞങ്ങളിൽ ബലഹീനതകളും പാപവാസനകളും ഇനിയും ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. അങ്ങയുടെ സാദൃശ്യത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ മുട്ടുകുത്തി തന്നെ നിന്നുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചുകൊണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ഗാനമാണ്, യേശുവിൻ്റെ പിന്നാലെ കൈകൾ വിരിച്ച് പിടിച്ച് കർത്താവിൻ്റെ കുരിശിനോക്കി നമ്മളെ തന്നെ സമർപ്പിച്ചു. ഒരു പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കൈവിരിച്ച് പിടിച്ച് വേദനയോടെ ഒന്നുകൂടി പൂർണ്ണമായൊരു കമ്മിറ്റ്മെന്റോടുകൂടി, ബോധ്യത്തോടുകൂടി
എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ ആരുമില്ല എങ്കിലും ഞാൻ നീങ്ങിടും തീരുമാനം ചെയ്തു മേലിൽ നമുക്ക് ഇരിക്കാം. എല്ലാവരും ഇരിക്കുക. നമ്മൾ ഒരു ചിന്ത വരുന്നത് ഇതാണ്: എങ്ങനെയാണ് ഈ നൈറ്റ് വിജിൽ ഉണ്ടായതെന്നുള്ളത്. ഈ നൈറ്റ് വിജിൽ ആരംഭിച്ചത് വാസ്തവത്തിൽ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ? ഇന്ന് വെള്ളിയാഴ്ച. സാധാരണ വ്യാഴാഴ്ചയാണ് നൈറ്റ് വിജിൽ ശരിക്കും. പക്ഷേ നമ്മൾക്ക് സൗകര്യാർത്ഥം വെള്ളിയാഴ്ച ആക്കി, നാളെ ജോലിയൊക്കെ ഇല്ലാത്തതിൻ്റെ പേരിൽ വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച ഈശോ അതിഭയാനകമായ വേദന അനുഭവിക്കുന്നു. ഈശോ ഗെത്സമനിയിൽ ശിഷ്യന്മാരോട്, അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞു, ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താ ഈശോ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കണേ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 32-ാമത്തെ വചനമാണത്. ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ എന്ന് പറഞ്ഞ എല്ലാവരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കുവിൻ. ഇപ്പൊ ആരാ ഇവിടെ പ്രാർത്ഥിക്കുന്നേ? ആരാ പ്രാർത്ഥിക്കുന്നേ? ആരാ പ്രാർത്ഥിക്കുന്നേ? ഈശോ ആണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ഇന്നത്തെ ലേഖനഭാഗം, വീണ്ടും ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മളെന്താ കേട്ടത്? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ബലഹീനതകളിൽ ആത്മാവ് തന്നെ സഹായിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഈ റോമർ 8 തന്നെ 34-ാമത്തെ വചനത്തിൽ പറയാണ്, കർത്താവ് ഈശോ മിശിഹ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പം നമുക്ക് വലിയൊരു കാര്യമാണിത്. ഞാൻ പണ്ടെല്ലാം വിചാരിച്ചിരുന്നത് ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ 40 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ പിന്നെയാണ് ഈ വചനം എന്നെ സ്പർശിച്ചു. കർത്താവ് പറയാണ്, നീ എൻ്റെ അടുത്ത് ഇരുന്നാൽ മതി, എന്നോട് ഒട്ടിയിരിക്കുക. ഞാൻ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പിതാവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെല്ലാം ഞാൻ വാങ്ങി നിനക്ക് തരാം. അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് എൻ്റെ അടുത്തിരിക്കാൻ പറയുന്നത്. ആ ചിന്തയിൽ ഒന്ന് മൗനമായിട്ട് ഈ വിശ്വാസത്തിൽ, ഈശോയെ ഞാനിതാ, ഇതിൻ്റെ അടുത്ത അധ്യായത്തിൽ അല്ലെങ്കിൽ ഇതിനു മുൻപ് ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെയൊക്കെ എൻ്റെ ശാഖകളുമാണ്. അപ്പോൾ മുന്തിരിച്ചെടിയുടെ ശാഖ ഒന്നും ചെയ്യുന്നില്ല. ശാഖ ഫലം പുറപ്പെടുവിക്കുന്നത് മുഴുവനും ഈ തായ്തണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. തായ്തണ്ട് ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുന്നതെല്ലാം ശാഖയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിതാവ് കൃഷിക്കാരൻ.
കൃഷിക്കാരൻ വളമിടുന്നു, വെള്ളമൊഴിക്കണു, തായ്തണ്ട് അതെല്ലാം വലിച്ചെടുത്ത് ശാഖകൾക്ക് കൊടുക്കണു. ആരെന്നിൽ വസിക്കുന്നുവോ അവനിൽ ഞാൻ വസിക്കും, അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമുക്കൊരു നിമിഷം ഈ ബോധ്യത്തിൽ ഈശോയോട് ഒട്ടിച്ചേർന്നിരിക്കുക, വിശ്വസിക്കുക. ഈശോയെ, എനിക്കെന്ത് വേണമെന്ന് നിനക്കറിയാം, എൻ്റെ പിതാവിനറിയാം. പിതാവിൽ നിന്ന് അതെല്ലാം വാങ്ങി എനിക്ക് നൽകണേ. എന്നിലൂടെ അത് ലോകം മുഴുവനിലും നൽകണേ. വിശ്വസിക്കുക. നിന്നിൽ ഞാനുമേ എന്നിൽ നീ അത്ര മാത്രം ഒന്ന് പാടുക. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ. വീണ്ടും നിന്നിൽ ഞാനുമേ എന്നിൽ നീ. ദൈവമേ, ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് ആവശ്യമെന്ന്. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ പിതാവിനറിയാം നിനക്കെന്താണ് ആവശ്യമെന്ന്. ഓ ഈശോയെ, ഓ പിതാവേ, അത് ഞങ്ങൾക്ക് നൽകണേ. ഇപ്പോൾ അത് ഞങ്ങൾക്ക് നൽകണേ. ഈശോ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി ഇപ്പോൾ. പിതാവിൽ നിന്നും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെല്ലാം വാങ്ങി തരുന്നു. കുട്ടികൾ അല്പം കരയൊക്കെ ചെയ്തോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. ഇന്നത്തെ നമ്മൾ കേട്ടല്ലോ സുവിശേഷത്തിൽ, കുട്ടികളെ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയണ്ട. ഇപ്പം നമ്മളെല്ലാം ഒരു കുടുംബം പോലെയാണ് എന്ന് വിചാരിച്ചാൽ മതി. കുഞ്ഞുങ്ങളെല്ലാം ഈ ആരാധനയിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹം അവർക്ക് കിട്ടട്ടെ. ഓ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അങ്ങേക്കറിയാം. ഞങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള വേദനകൾ അങ്ങയുടെ വേദനയോട് ഞങ്ങൾ ചേർക്കുന്നു. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു, ആരെങ്കിലും എന്നോടൊന്ന് സഹതപിക്കാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. അപ്പം നമ്മൾക്ക് പറയാം, കർത്താവേ, ഞാനുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിലെ വേദനകൾ, തിരസ്കരണങ്ങൾ, വഞ്ചനകൾ പോലും ഉണ്ടാകാം. നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയോ നമ്മുടെ മാതാപിതാക്കളോ തന്നെ നമ്മളോട് അത്രയ്ക്ക് തിരസ്കരിക്കുന്ന ഒരനുഭവത്തിലേക്ക് വന്ന അവസ്ഥയുണ്ടാകാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അതാണ് ഗെത്സമനി. ഈശോക്കെല്ലാം അറിയാമായിരുന്നു. ഈശോ തൊട്ടു മുമ്പ് ജൂദാസിനോട് പറഞ്ഞു, ജൂദാസ് ഒറ്റിക്കൊടുക്കും എന്നറിയാമായിരുന്നു. അവനോട് പറയാണ്, സ്നേഹിത, വരുവിൻ, എന്നോടൊപ്പം ഈ താരത്തിൽ നിന്ന് മുക്കി ഭക്ഷിക്കുവിൻ.
അതാണ് വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച നമ്മൾ പാല് കുറുക്കി അപ്പം മുക്കി കഴിക്കുന്നതിൻ്റെ അർത്ഥം. നമ്മളെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനെ സ്നേഹിക്കുന്ന. പത്രോസ് 3 പ്രാവശ്യം തിരസ്കരിക്കുമെന്നറിയാം. അവരെയും കൂടെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുർബാനയുടെ സ്ഥാപക വചനങ്ങളിൽ പ്രധാനമായൊരു വാക്കാണ് അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, അവൻ വഞ്ചിക്കപ്പെട്ട രാത്രിയിൽ, അവൻ തിരസ്കരിക്കപ്പെട്ട രാത്രിയിൽ, അവൻ ഭയാനകമായി ഹൃദയം പൊട്ടി വേദനിച്ച ആ രാത്രിയിൽ യെശയ്യായിൽ പറയുന്നുണ്ട്, നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ ദുഃഖങ്ങളും വേദനകളും അവൻ ഏറ്റെടുത്തു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും, ദുരിതങ്ങളും, ദുഃഖങ്ങളും, വേദനകളും ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് ഉണ്ടായത്. അത് ദൈവത്തിൻ്റെ, ഈശോയുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഏറ്റവും വഞ്ചനാത്മകമായ വേദന, ഒറ്റിക്കൊടുക്കപ്പെട്ട വേദന, സ്നേഹിതനാൽ നിന്ദിക്കപ്പെട്ട വേദന. സങ്കീർത്തനം 55 പറയുന്നുണ്ട്, ശത്രുവല്ല, എതിരാളിയല്ല, ആയിരുന്നെങ്കിൽ എനിക്ക് അകന്നിരിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയും ആയ നീ തന്നെയാണത് ചെയ്തത്. നമ്മളുള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു, നമ്മളൊന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ആ നീയാണത് ചെയ്തത്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈശോ അനുഭവിച്ച ആ ഭയാനകമായ വേദന തൻ്റെ ഏറ്റവും സ്നേഹിതരായ അപ്പസ്തോലന്മാർ തന്നെ ഒറ്റിക്കൊടുക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന വേദന പോലെ നമ്മുടെ കുടുംബജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ നമ്മൾ വളരെയധികം സഹായം ചെയ്തവരും സ്നേഹിച്ചവരും ജീവന് തുല്യം സ്നേഹിച്ചവർ, അവരിൽ നിന്ന് ലഭിച്ച ആ തിരസ്കരണവും വേദനയും നമുക്കിപ്പോൾ ഈശോയുടെ വേദനയോട് ചേർക്കാം. അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടുന്നാണ് ദൈവമേ, എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും.
ചെയ്തു മേലിൽ യേശുവിൻ്റെ പിന്നാലെ എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. എല്ലാവരും എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു വേദനയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വേദന ഈശോയെ ആശ്വസിപ്പിക്കാൻ പറ്റും എന്നാണ്. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനുണ്ടോ എന്ന് നോക്കി ആരെയും കണ്ടില്ല. എന്നാൽ നമ്മുടെ ഈ വേദന ഈശോയുടെ ആശ്വാസമാണ്. ഈശോയെ, എൻ്റെ ആ വേദന ഞാൻ സ്വീകരിക്കുകയും അങ്ങയുടെ വേദനയിൽ ആശ്വസിപ്പിക്കാൻ ഞാനത് അങ്ങേക്ക് തരുന്നു. പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ച ഏറ്റവും ഭയാനകമായ തിരസ്കരണവും വഞ്ചനയും ഒറ്റിക്കൊടുക്കലും അവഹേളനവും നിന്ദനവും, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. അവൻ്റെ മുഖം അവൻ ശിലാതുല്യമാക്കി. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ. ഈ വേദനയിലൂടെയാണ് ഇങ്ങനെ ഈശോയുടെ ഹൃദയവുമായിട്ട് നമ്മൾ ഒട്ടുന്നത്. വേദനിക്കുന്ന ഈശോയുടെ ഹൃദയവുമായിട്ടൊട്ടാൻ വേദനിക്കുന്ന ഒരു ഹൃദയത്തിനേ സാധിക്കുകയുള്ളൂ. വേദനിക്കുന്ന ഈശോയുടെ ഹൃദയവുമായിട്ട് ഒട്ടാൻ സുഖലോലുപതയും ലക്ഷറിയിലും ജീവിക്കുന്ന ഒരു ഹൃദയത്തിന് സാധ്യമല്ല. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവരെ മഹത്വപ്പെടുത്തണമേ. നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മളുമായിട്ടൊന്നാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. മൗനമായി പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ഓർക്കുക, ഈശോ പറഞ്ഞു, എൻ്റെ അടുത്തിരിക്കുവിൻ, നിങ്ങൾ എൻ്റെ അടുത്തത് ഇരിക്കുവിൻ, എന്നോട് മുട്ടിയിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുവിൻ. തെൻപിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടാൻ ക്രിസ്തു നമുക്കായി തൻ രക്തം
ചിന്തിയൊഴിച്ച ശിക്ഷകളും ആദത്തിൻ്റെ പാപം മൂലം മനുഷ്യവംശത്തിനുണ്ടായ ആ ശതം ക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും മർത്യത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഇത് അവസാനം പാടേണ്ടതാണ്. പക്ഷെ ഇതിനെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി നമ്മളെല്ലാവരും ഒന്നൊന്ന് പാടി അതൊന്നങ്ങ് സ്വീകരിച്ച് ഒന്നെല്ലാവരും അതൊന്ന് പാടി സ്വീകരിച്ച് ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും വിശ്വസിക്കുക. ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ അനുഭവം നമുക്കുണ്ടാകുകയാണ്. നമുക്ക് മുട്ടുകുത്തി ഈ സമാപന ആശീർവാദത്തിനായിട്ടുള്ള ഗാനം ആലപിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. തൂരണമേ വത്സലഹൃദയം നന്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ത്തിൽ വാഴും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. ദയാലൊഴിവികരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവ